ഞാൻ എൻ്റെ ഒരു അറിയിപ്പ് പോലെ പറയുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രോ പറയാനായിട്ട് നിൽക്കുന്നത് വർക്ക് ഏരിയയിലാണ്. വർക്ക് ഏരിയയിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാലോ, നമ്മൾ തീ കത്തിച്ച് അടുപ്പിൽ എന്തോ പരിപാടിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായില്ലോ. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ അജൂസ് വേൾഡ്, നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേരൊക്കെ അജൂസ് വേൾഡ് കണ്ടിട്ട് അവിടെ ഞാൻ കേക്ക് ചെയ്യാൻ പോയി അങ്ങനെ കണ്ടിട്ട് ഒരുപാട് പേര് വന്നവരുണ്ട്. അപ്പോൾ അജൂസ് വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അവരുടെ ഇന്നലത്തെ വീഡിയോ അതിൽ അവലോസ് പൊടി ഉണ്ടാക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അത് ചെയ്യണം, അത് ഭയങ്കര ഒരു ആഗ്രഹം തോന്നാൻ കാരണം ഇവിടെ അവലോസ് പൊടി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ ഒരു ഇച്ചിരി വ്യത്യസ്തമായിട്ട് തോന്നിയത് അവരതിൽ ചുവന്നുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ അവലോസ് പൊടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറേ നേരം ഇളക്കണം എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചുവന്നുള്ളി, വേപ്പില, എള്ള് ഇതൊക്കെ ചേർക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി എനിക്കറിയാത്താണോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ, അവരത് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി എന്താ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ കുട്ടികളാണെങ്കിൽ അവലോസ് പൊടി ഉണ്ടാക്കാൻ പറയാറുണ്ട്. ഞാൻ അവലോസ് പൊടി അരിപ്പൊടിയിലാണ് ചെയ്യാത്തത്, അമൃതം പൊടിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയിൽ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സിമ്പിളാണ്, ഒരു 15 മിനിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേഗം ആയിക്കോളും. പക്ഷെ ഇത് കുറേ നേരം വേണമെന്ന് കേട്ടിട്ടുണ്ട്, എന്താവുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ സരിതനെ വിളിച്ച് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് ഇത് ഉണ്ടാക്കിയിട്ട്, ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ നന്നായിട്ടുണ്ട്. അവർ പിന്നെ അങ്ങനെയാണ് ചെയ്യാറെന്നും പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കണ്ടത്. എന്നാൽ പിന്നെ അങ്ങനെ എന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് വീഡിയോഗ്രാഫർ സാൻജോനാണ്. ഹസ്ബൻഡ് പുറത്ത് പോയിരിക്കുകയാണ്, റിൻസായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ സാൻജോനാണ് വീഡിയോ എടുക്കണേ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വീഡിയോ ആണ്. കറക്റ്റായിട്ട് വരുമോ പിടിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ബാക്കിയൊക്കെ എഡിറ്റിംഗ് എന്നാണ് അവൻ പറയുന്നത്. ശരി, അതൊക്കെ പിന്നെ കാപ്പച്ചൻ്റെ ജോലിയാണ് എഡിറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കുക എന്നുള്ളത്. പക്ഷേ വീഡിയോയിലെല്ലാം ഉണ്ടാവണം കേട്ടോ സാൻജോ, എന്നാലാണ് അപ്പച്ചന് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയി. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തിരുമ്പി വെക്കണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. ഇത് വെളിച്ചണ്ടടാ, കിട്ടണില്ലേ? കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടാ. ഞങ്ങളിതിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവർ കാണിച്ചിരിക്കുന്ന അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ 1 കിലോ പൊടിക്കാണ് ചെയ്യണേ. 1 കിലോന് 2 നാളികേരമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ 2 നാളികേരം, ഒരു നാളികേരം ഇത്തിരി ചെറുതായതുകൊണ്ട് ഒരു മുറിയും കൂടി വേറെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 2 നാളികേരം ഇട്ടിട്ട് ആദ്യം തന്നെ നാളികേരത്തിന് കൈവച്ച് നല്ലതുപോലെ ഇങ്ങനെ നന്നായി ഇങ്ങനെ മിക്സ് ചെയ്യാം. സാൻജോന് അവലോസ് പൊടി ഇഷ്ടണ്ട? നീ വേണം കുറച്ച് നേരം ഇളക്കണ്ട, ഇത് കുറേ നേരം നിന്ന് ഇളക്കണം. ചപ്പാത്തി ഇത് കുഴക്കണം കേട്ടാ. ചപ്പാത്തി അല്ലടാ, ചപ്പാത്തിയുടെ പോലെ കുഴക്കുന്നു വേണ്ട. ഇത് നന്നായി തിരുമ്പാൻ പറഞ്ഞിരുന്നു. നീ കണ്ട സരിതാൻറ്റിയുടെ ആ വീഡിയോ കണ്ട? അമ്മ കാണുന്നത് കണ്ടിട്ടുണ്ടാവൂലേ? ഇവിടെ ഈ 1 കിലോന്റെ അവലോസ് പൊടി ഇത് വറുത്താലും സംഭവം പെട്ടെന്ന് ഇതെന്താ അടുത്ത ശബ്ദം ഉരുളി കിടന്ന് ആടിക്കളിക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഇത്ര തിരുമ്പിയാൽ മതിയെന്ന് തോന്നുന്നു. എന്നിട്ട് ഇത് മുഴുവൻ നമ്മൾ ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കുന്നു. വല്ല സ്റ്റെപ്പ് മറന്നുപോയാവോ? ഇതെല്ലാം ഇതിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൽ ഉപ്പ് ചേർക്കുമെന്ന് പറഞ്ഞിരുന്നു. അരിപ്പൊടി ഉപ്പ് ചേർക്കും. അത് എങ്ങനെ ചേർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലാണ് ഉപ്പ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചെടുക്കുന്നുണ്ട്, മതിയാവും.
ഇത് ശരിയാവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവലസോടി ഉണ്ടാക്കി തായോന്നൊന്നും പറയാതിരിക്കോ. കുറച്ച് നേരത്തെ പണിയുണ്ട് പറയൂടാണെങ്കിൽ. അതെ, നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇങ്ങനെ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ട് അതിലാണ് ചേർക്കണം കേട്ടോ. ഉപ്പിടാൻ സത്യം പറഞ്ഞ് എനിക്ക് കൺഫ്യൂഷനാണ്. ഇത് എന്തോരം വേണമോ, കുറച്ച് ഇട്ടുണ്ട് എന്തായാലും. എന്നിട്ട് ഇത് ഒന്ന് നന്നായി കൈവച്ച് തന്നെ മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് അതെന്തിനാന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ പൊടികളിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയും കട്ട പിടിക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊടി ഇവിടെ പൊടിപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് കുറച്ച് പൊന്തിച്ച് പിടിച്ച സഞ്ജോ, എനിക്കിത് ഇടാൻ സ്ഥലം വേണ്ടേ, ഫോൺ ഇതിലേക്ക് വീഴരുത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉരുളിയിലേക്ക് തന്നെ ഈ പൊടി ഇടാണ് കേട്ടോ. പൊടി ഇട്ടു. അത് പച്ചപ്പൊടി കാരണം നമ്മൾ വറുത്തിട്ടല്ലേ മേടിക്കാറ്, ഇത് പച്ചപ്പൊടിയിലാണ് ചെയ്യുക. എന്താ പൊടി ഇട്ടു. ഇനി ഈ പൊടിയിലേക്ക് നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടി ഇടുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നാളികേരം നമ്മൾ ശരിക്കും വെച്ചിരിക്കുന്ന നാളികേരമൊക്കെ എടുത്ത് ഇതിലേക്ക് ഇടാം. ഇനി ഇത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഉപ്പാക്കി വെച്ചിരിക്കുന്ന പൊടിയില്ലേ അതിട്ട് കൊടുക്കുക. പിന്നെ എള്ള് കുറച്ച് മതിയല്ലേ. എള്ള് അധികം ഇഷ്ടാവും തോന്നുന്നല്ലേ, കുറച്ച് ഓവറാക്കണ്ട അല്ലേ. എള്ള് കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കിട്ടുന്നില്ലടാ തുറക്കാൻ, ഇതെന്താ തുറക്കാൻ കിട്ടാ, കിട്ടി. കുറച്ച് ജീരകം. എനിക്കിതിടാൻ കുറച്ച് സ്ഥലം എന്താടപ്പാ, നീ ഒന്ന് നീക്കി പിടിക്കേ. കുറച്ച് ജീരകം മതിയില്ലേ, മതി. ഇനി ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഇതിൽ ചേർക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടാ. അതെ, നമ്മുടെ ചുവന്നുള്ളി, വേപ്പില. ഒരു പിടി ചുവന്നുള്ളി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്നുമില്ല, നമ്മുടെ കൈ കൊണ്ട് ഏകദേശം ഒരു പിടി ചുവന്നുള്ളി, പിന്നെ വേപ്പില. ഇത് രണ്ടും കൂടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടാ. ഇന്ന് സാഞ്ചോന്റെ ബർത്ത്ഡേ കേട്ടോ. ഇത് ഉണ്ടാക്കണം, ഇന്ന് സാഞ്ചോന്റെ ബർത്ത്ഡേ അല്ല സാഞ്ചോ, ചേട്ടൻ വന്നോന്നുണ്ട്. സാവിയോ വന്നതിൻ്റെ സൗണ്ടല്ലേ കേട്ടെ. സാവിയോ മൂത്താളാണ് സാവിയോ. അവൻ കോച്ചിങ്ങിന് പോയിട്ട്, മറ്റേ ഷട്ടിൽ കോച്ചിങ്ങിന് പോയിട്ട് അവൻ വന്നോന്നുണ്ട്. അവനറിയില്ല എവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പം അന്വേഷിച്ച് വരും ഇതെവിടെ പോയി എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതല്ലാതെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പി പിടിപ്പിക്കണം. അതിൽ ആ വീഡിയോയിൽ രാജുവേട്ടൻ അതിൽ 2 കൈ വെച്ചിട്ടാണ് തിരുമണ കണ്ടത്. ഇതിപ്പോൾ മിക്കവാറും ഞാൻ 2 കൈ തന്നെ വെച്ച് തിരുമേണ്ട വരും തോന്നുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ നന്നായി തിരുമ്പി ഇങ്ങനെ പിടിപ്പിച്ച് ഇങ്ങനെ പൊത്തി വെക്കണം. എന്നിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം വറക്കാൻ. രസമുണ്ടടാ. സാവിയോ വന്നിട്ടുണ്ട് കേട്ടാ. ചേട്ടനെ കാട്ടി കൊടുത്തടാ. അവൻ ഷട്ടിൽ കഴി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ആഴ്ചയിൽ തിങ്കൾ, ബുധൻ, വെള്ളി അങ്ങനെ 3 ദിവസമാണ് അവന് കോച്ചിങ്ങുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം എത്തിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 ഇവിടെ വർക്ക് ഏരിയയിൽ എന്താ പരിപാടി എന്ന് നോക്കാൻ വന്നേക്കണ്ട. അപ്പോൾ സാഞ്ചോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് സെലിബ്രേഷനൊന്നും ഇല്ല കേട്ടോ. കേക്ക് മുറിക്കലും 22. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 18-ാം തീയതിയാണ്. 21-ാം തീയതി സാവിയോൻ്റെ. അപ്പോൾ ഇവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ലല്ലോ. അപ്പോൾ 2 പേരുടെയും കൂടി ഒറ്റ ദിവസമാണ് കേക്ക് മുറിക്കൽ. അത് 2 ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ചെയ്യാറ്. അതായത് 22-ാം തീയതി കേട്ടോ. ഇനി പാർഷ്യാലിറ്റി കാട്ടിന്ന് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു കേക്ക് 2 പേരും കൂടി അങ്ങനെ മുറിച്ച്
പായസമൊക്കെ വെക്കലൊക്കെ അന്നാണ് കേട്ടോ. അപ്പം ഇന്നിപ്പം ഞങ്ങൾ സാമ്പാർ, അവിയൽ അങ്ങനെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ സാഞ്ചു പറഞ്ഞ അവന് എന്തെങ്കിലും ഒരു മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് അത് ചേട്ടനുള്ളത് അവൻ കൊടുത്ത് ചേട്ടൻ തിന്ന് ചേട്ടൻ്റെ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് വട്ടം തിരികവേ. അപ്പം അങ്ങനെ ഇതെന്തിട്ട് സംഭവം എന്ന് അറിയാം സാവിക്ക്? എന്നിട്ടുണ്ടാക്കണെന്ന് മനസ്സിലായ? അവലോസ് പൊടി. ഇവരിങ്ങനത്തെ അവലോസ് പൊടിയുടെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇവര് അമൃതം പൊടിയിൽ ഞാൻ ചെയ്യണതാ കണ്ടിട്ടുള്ളൂ. അമൃതം പൊടിക്ക് നോർമലായിട്ട് തന്നെ ഒരു ബ്രൗൺ കളറാണല്ലോ. ഇതാണ് ശരിക്കുള്ള അവലോസ് പൊടി ഉണ്ടാക്കല്. നിങ്ങൾ കഴിച്ചിട്ടില്ല? ഇതിവർ കഴിച്ചിട്ടില്ല. അതായത് ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇതിപ്പോൾ നന്നായി കൈ കൊണ്ട് തിരുമ്പി കൂട്ടിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ടല്ലടാ ഇല്ലേ? തിരുമ്പിപ്പോൾ നല്ലൊരു ഉള്ളിയുടെയും വേപ്പിലയുടെയും ഒക്കെ മണം വരുന്നുണ്ട്. ഉള്ളിയുടെ മണം വരുന്നുണ്ട്. നമ്മൾ മറ്റേ അവലോസ് പൊടിയിൽ ഉള്ളിയൊന്നും ഇടില്ല. ഇതിൽ ഉള്ളി ഇട്ടുണ്ട് കേട്ടോ സാവിയോ. ഇഷ്ടാവോ നിങ്ങൾക്ക്? അറിയില്ല. എന്തായാലും ഇതിന് കുറച്ചിങ്ങനെ തട്ടിപ്പൊത്തി അങ്ങനെ നമുക്കിവിടെ അമർത്തി വെക്കാം. കഴിക്കല്? ഇതിങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് തിരുമ്പിനും മതി എന്ന് വിചാരിക്കുന്നു. തിരുമ്പണ നാളികേരത്തിന്റെ ഞാരിക ഇനി തിരുമ്പണ മതി. കൈ കൊണ്ട് കുറെ നേരം തിരുമ്പിയില്ലേ? ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കാം. ഇത് എന്നിട്ടാ എവിടെ നിന്ന് കിട്ടിയത്? അതെ, ഓക്കെ. അവനിപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അവന് ഇന്ന് ഷെയ്ക്ക് അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരിത്തിരി നേരം റെസ്റ്റ് ചെയ്യട്ടെ. അടുത്ത സ്പെഷ്യലൊന്നുമില്ല ഷെയ്ക്ക് അടിക്കൽ. ഇവിടുത്തെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമുണ്ട്. പക്ഷെ അത് നല്ലതൊന്നല്ല എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പം ഇന്നെന്തായാലും അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മതി അല്ലേ? ശരിയായില്ലേ? ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കൊരു 15 മിനിറ്റ്, കുറേ നേരം വയ്ക്കാനുള്ള നേരമില്ല. ഇപ്പം തന്നെ ലേറ്റായി. ഒരു 15 മിനിറ്റ് നേരം നമുക്കിതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് അങ്ങോട്ട് ഇളക്കൽ തുടങ്ങി. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. തീ കത്തിക്കുക, നന്നായി അങ്ങോട്ട് ഇളക്കുക. ഇത് ഒരു ചെറിയൊരു അത് കണ്ടുണ്ട്. അവലോസ് പൊടിയുടെ കളർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ കളർ ആകുമ്പോൾ നീ ഇളക്കണം കേട്ടാ. എല്ലാവരും മാറി 15 മിനിറ്റ് നിന്ന് ഇളക്കിക്കോ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാം, നീ ഇളക്കിക്കോ, അതിനെന്താ പ്രശ്നം? അപ്പോൾ അങ്ങനെ കേട്ടാ. അപ്പോൾ നമുക്കിനി ഒരു 15 മിനിറ്റ് നേരം ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കൽ പരിപാടിയിലേക്ക് വരാം. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇരിക്കണം നോക്കണ്ട. ഇവിടെ തീ പിടിപ്പിക്കാനായിട്ടേ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ ശരിക്കും ഈ ചെയറിലിരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ടെക്നിക്കലായിട്ട് സാഞ്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തീ കത്തിക്കാൻ നല്ല സുഖമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ഇത് ഇളക്കണം. കുറച്ച് നേരം ഒന്ന് ഇളക്കാൻ പോരാ, നന്നായി കുറേ നേരം നിന്ന് ഇളക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കത്തിച്ചിരിക്കുന്നത് സമയം 8:30 കേട്ടോ. ഇത് എപ്പോഴാണ് കഴിയാന്ന് ഞാൻ എത്ര സമയം എടുക്കുന്നുള്ളത് പറയാം. നീ ഫ്ലാഷ് ഓൺ ആക്കണായിരുന്നു എനിക്ക് നോക്കാൻ പറ്റണില്ലടാ സാഞ്ചോ. അല്ലെങ്കിൽ വേണ്ട, നീ ഇതിലേക്ക് കാണിച്ചോ. ഇതിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഈ ഇളക്കൽ തന്നെ, വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും ചേർക്കലൊന്നുമില്ല. ഇതിങ്ങനെ അയ്യോ ഇത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്താ ഇളകാത്തത്? അതായത് ഇതിപ്പോൾ പച്ചപ്പൊടി ഇട്ടില്ലേ ഇരിക്കണേ. ഇനി ഇതിങ്ങനെ ഇളക്കി ചൂടായി വരുന്നിട്ട് ഉരുളി ചൂടായിട്ട് പോലും ഇല്ല. ചൂടായി വരുന്നതിനനുസരിച്ച് അതൊക്കെ ആവണമെങ്കിൽ കുറച്ച് നേരം കഴിയണം. ഇതിൻ്റെ ആ ഒരു നനവൊക്കെ ഇത്തിരി വലിഞ്ഞ് വരില്ലേ. അപ്പോൾ അതിൻ്റെ കനം കുറഞ്ഞ് വരും. അപ്പോൾ അവസാനമാകുമ്പോൾ ഇളക്കാൻ നല്ല സുഖവും. നീ വീഡിയോ എടുത്ത് എവിടേക്ക് പോണേ? സാഞ്ചോ വീഡിയോ എടുക്കാൻ കിട്ടിയൊരു അവസരമാണ്. അവന് റിൻസേട്ടൻ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സാവിയോനാണ് അടുത്ത ഓപ്ഷൻ. ഇപ്പോൾ സാവിയോനും അവൻ പോയിട്ട് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി അവൻ കുളിക്കാനൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ സാഞ്ചപ്പനാണ്.
അപ്പോൾ അവന് വീഡിയോ എടുക്കാൻ കിട്ടിയൊരു അവസരമാണ്. അപ്പോൾ ആളത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ കാണും. അപ്പച്ചൻ കാണുമ്പോഴോ ഇത് അങ്ങനെ എടുത്തത് ശരിയായില്ല, വെളിച്ചം ശരിയായില്ല, അങ്ങനെ കുറേ കമൻറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തേലും ആവട്ടെ. പിന്നെ പറഞ്ഞിട്ടാ പോയിരിക്കണം, അവന് പറ്റണ പോലെ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് എക്സ്ക്യൂസ് ഉണ്ടാവും ഇവിടെ സാധ്യത. അതുകൊണ്ട് നിനക്ക് പറ്റുന്ന പോലെയൊക്കെ എടുത്തോ ട്ടാ. അപ്പം നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം നിനക്ക് ഇളക്കാൻ തരുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ഇളക്കാൻ തരും. ഇത് ഇവിടെ അടുപ്പിൻ്റെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണങ്ങാനൊക്കെ കിടക്കണം കേട്ടാ. മഴക്കാലല്ലേ. അത് അപ്പാപ്പൻ എൻ്റെ അപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ അപ്പച്ചൻ കുറച്ച് വിറകൊക്കെ കൊത്തി, അപ്പം അതിൻ്റെ കുറച്ച് ചീളുകൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ അടുപ്പിൻ്റെ അവിടേക്ക് ഇടുമല്ലോ. ഇത് ഈ പുകയില്ലാത്ത അടുപ്പാകുമ്പോഴേ എനിക്ക് തോന്നുന്നത് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും. എന്നാൽ ചൂടായി കഴിഞ്ഞാൽ നല്ലോണം കത്തി നല്ല ചൂടിൽ നിൽക്കും ചെയ്യും കേട്ടോ. പക്ഷെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാൻ കുറച്ച് നേരം എടുക്കും. ഇതിപ്പോൾ പെട്ടെന്ന് കത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും തൊട്ട് മുന്നേ രാത്രിയിലേക്കുള്ള ചോറ് വെച്ചത് ഇതിലാണ്. പിന്നെ എല്ലാവരും ഇപ്പോൾ ചൂടുവെള്ളത്തിലാണ് കുളിക്കണേ. അപ്പോൾ ഈ കലത്തിൽ വെള്ളം ഇങ്ങനെ ഇവിടെ എപ്പോഴും വെക്കും. അപ്പോൾ നമ്മൾ തീ കത്തിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ആ വെള്ളം ഇങ്ങനെ അവിടെ ചൂടായി അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ചൂടുവെള്ളം വേണ്ടവർക്ക് അതിൽ നിന്നെടുത്ത് കുളിക്കാം. ഇത് കുറേ നേരം ഇങ്ങനെ ഇളക്കി നിൽക്കേണ്ടി വരും എന്നറിഞ്ഞ കാരണേ സാഞ്ചോ അവിടെ കയറിയിരുന്നു, ഞാനും ഇവിടെ കയറിയിരുന്നു ഇതിലേക്ക് ഇങ്ങനെ ഇളക്കാനായിട്ട്. ഇങ്ങനെ ഇരുന്നപ്പോൾ നന്നായി ഇളക്കാൻ പറ്റുന്നുണ്ട്. നിന്ന് ഇളക്കണേക്കാളും കുറച്ച് നേരമൊക്കെ ഇരിക്കുക. നമ്മളിങ്ങനെ സൈഡ് തിരിഞ്ഞിരിക്കുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. പിന്നെ ഈ അടുപ്പിൻ്റെ അവിടെ കയറി ഇരിക്കുന്നതൊക്കെ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ചിലർ പറയും അടുപ്പിൻ്റെ അവിടെ കയറി ഇരിക്കുന്നതൊന്നും ശരി ഇരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് ഇളക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഇരുന്നതാണ്. ഈ വെള്ള കളറിലുള്ള പൊടി ബ്രൗൺ കളറായി എപ്പോൾ വരാനാടാ? ഇതിനെ നമ്മൾ ബ്രൗൺ കളർ എന്നല്ലേ പറയണേ. പണ്ടത്തെ അമ്മാമ്മമാരൊക്കെ എങ്ങനെയാ പറയാന്നറിയോ? ഈ പൊടിക്ക് പുളിയുറുമ്പ് കണ്ടിട്ടുണ്ടോ? നിന്നെ കണ്ടിട്ടോന്ന് പുളിയുറുമ്പിനെ നീ കണ്ടിട്ടുണ്ടോ? പുളിയുറുമ്പിന്റെ കളർ കണ്ടിട്ടില്ലേ? ഒരു ബ്രൗൺ കളറല്ലേ. അപ്പൊ അവരങ്ങനെയാ ഇതിനെ പുളിയുറുമ്പ് എന്ന് വിളിക്കല്ല, ഇതിന് പുളിയുറുമ്പിന്റെ കളറ് വരണം എന്ന് പറയും. ഇവിടെ അമ്മാമ്മ പറഞ്ഞത് പുളിയുറുമ്പും കാലിന്റെ കളർ വരണം. പക്ഷെ പുളിയുറുമ്പിന് ടോട്ടൽ എല്ലായിടത്തും ഒരു കളറില്ല, കാലിന് തന്നെ സ്പെഷ്യൽ കളർ ഉണ്ടാ. അപ്പൊ പുളിയുറുമ്പിന്റെ കളർ വരണം എന്നാണ് പറയണേ. അതായത് ഈ ബ്രൗൺ കളർ തന്നെ. നമ്മളിവിടെ പറയണ പുളിയുറുമ്പ് നമ്മൾ വീഡിയോ കാണുന്നവര് തൃശ്ശൂരുകാർ തന്നെ ആവണമെന്നില്ല, വേറെ വല്ല സ്ഥലത്തുള്ളവരൊക്കെ കാണും. അവിടെ ഇതിനെ പുളിയുറുമ്പ് എന്നാണോ പറയാതെനിക്കറിയില്ല. ഒരു നന്നായി കടിക്കണ ഒരു ബ്രൗൺ കളറിലുള്ള ഉറുമ്പുണ്ടല്ലോ, അതിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അമ്മാമ്മമാർ അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. ആ കളറിലേക്ക് വരണം, ഈ വെള്ളപ്പൊടി ആ കളറിലെത്തണം. അപ്പോൾ ഒരു മണിക്കൂർ എന്തായാലും നടക്കണം അല്ലേ? എനിക്ക് ഇനി ഉള്ളി ഇട്ട് നന്നായിട്ടുണ്ട് അല്ലേ? നല്ല മണം വരണം. എനിക്ക് നല്ല ഇഷ്ടമായി ആ മണം തന്നെ, നല്ല മണം. അതെന്തത്? അപ്പൊ നീ ഇപ്പോഴേ രസമില്ലാന്ന് പറയല്ലടാ. നമുക്കിതുണ്ടാക്കിയിട്ടേ നാളെ സരിതാൻറ്റിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുത്തു വയ്ക്കാമല്ലോ, കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ. അവരുണ്ടാക്കിയത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ? അത് നല്ലൊരു ഐഡിയ. ഇതുണ്ടാക്കിയിട്ട് സരിതാൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാട്ടാ. അപ്പം ഒല്ലൂർ പള്ളിയുടെ അടുത്ത് തന്നെയാ. അപ്പോൾ കുറച്ച് നേരത്തെ വഴിയുള്ളൂ. അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് ഇത് എങ്ങനെ ആയിക്കോട്ടെ, നാളെ കുറച്ചെടുത്തിട്ട് സരിതയുടെ അടുത്ത് നിങ്ങൾ വരണ്ടേ? അപ്പോൾ അവർ വരുന്നുണ്ട്. ആയിക്കോട്ടെ, വന്നോട്ടെ. അപ്പോൾ അവിടെ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു പേടിയുള്ളത് അതന്നെ, അവരുടെ കോമ്പൗണ്ടിൽ കുറേ പട്ടികളുണ്ട്. അപ്പോൾ സർപ്രൈസായിട്ട് ചെല്ലാന്ന് കരുതി കഴിഞ്ഞാൽ അത് പണി കിട്ടും ചിലപ്പോൾ. അതുകൊണ്ട് എന്തായാലും വിളിച്ച് പറഞ്ഞ് കൂട്ടിൽ പട്ടികളാക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് കിടക്കാൻ ധൈര്യമുള്ളൂ. കാരണം ഞാനല്ലെങ്കിൽ അവലോസ് കൂടി ഒരു വഴിക്ക് ഇട്ടിട്ട് ഞാൻ എൻ്റെ പാടിന് ഓടും ചിലപ്പോൾ. അത്രയും പട്ടികളുണ്ട് അവിടെ, അതുകൊണ്ട് പറയാണ്ട് പോകാൻ പറ്റില്ല.
എന്തായാലും അല്ല, അത് അവരുടെ വീട്ടില്. അവിടെ വേറെ വീടുകളില്ലേ, അവരുടെ ചേട്ടന്മാരുടെ ഒക്കെ വീടില്ലേ, അവിടെയൊക്കെ കുറെ പട്ടികളുണ്ട്. എനിക്കത് കാരണം ഒരു വട്ടം അമ്മയും അപ്പച്ചനും കൂടി ബൈക്കിൽ പോയില്ലേ, ബൈക്കിൽ പോയിപ്പോൾ അവരുടെ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അവരുടെ വീഡിയോയില് ക്യാമറന്ന് പറഞ്ഞിട്ടൊരു പട്ടി വിളിക്കണ കേട്ടിട്ടുണ്ടോ നീ? ആ പട്ടിയാന്ന് തോന്നുന്നുണ്ട്. അത് ബൈക്കിന്റെ പിന്നാലെ അങ്ങോട്ട് ഓടിയ വന്നു. ദൈവമേ, ഞാനല്ല പിന്നിൽ, അവരുടെ വീട് എത്താറായി. എന്നിട്ട് ഞാനാണല്ലോ പിന്നിലിരിക്കണേ. പിന്നീ കൂടെ അങ്ങോട്ട് ഇങ്ങനെ ഭയങ്കര കുറച്ചിട്ട് പട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് എത്താറായി. ഞാനത് അവിടെ ചാടിയില്ലേ, ഞാൻ ഓളിയിട്ടു. എൻ്റെ ഓളി കേട്ടിട്ട് അവരുടെ പണിക്കാരോ ഏതോ ചേട്ടന്മാരൊക്കെ എന്താന്ന് ചോദിച്ചു തോന്നുന്നുണ്ട് അവരോട്. അപ്പോഴേക്കും ഞങ്ങൾ വേഗം അങ്ങോട്ട് എത്തിയിട്ടാ. അപ്പൊ ആജുവേട്ടൻ വന്നിട്ട് പട്ടീനെ പിന്നെ അങ്ങോട്ട് ഓടിച്ചു. അപ്പൊ വീഡിയോ എടുക്കാൻ പോകുമ്പോ ഈ പട്ടികള് എനിക്ക് പേടിയായതുകൊണ്ടാണ് കേട്ടോ. ഇവർക്കൊന്നും പേടിയില്ല, എനിക്ക് പേടിയാ. ആരാ? പട്ടീനെയാ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പട്ടി പൂച്ച സാധനങ്ങളൊക്കെ പേടിയാ. ഇവരെന്നെ കളിയാക്കും അത് കാരണം, പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ എന്നെ എനിക്ക് പൂച്ചേനെ പേടിയാന്ന് പറഞ്ഞിട്ട് സാഞ്ച എന്നെ കളിയാക്കും. പക്ഷെ ഈ പറയുന്ന ആൾക്ക് പാറ്റിയോ അല്ലെങ്കിൽ ഇത്തിരിയും കൂടി ഒരു ഉറുമ്പും ഒക്കെ അതിനും കൂടി കുറച്ചൊരു വലിയ ചെറിയൊരു പുൽച്ചാടി അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, അതായത് അങ്ങനത്തെ ഒരു ചാടം പോലത്തെ ഒരു സാധനങ്ങൾ, പ്രാണികള് ഇല്ല, പേടിയില്ല. പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വല്ല പ്രാണി വന്നു കഴിഞ്ഞ് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ഓടും. പൂച്ചേനൊന്നും പേടിയില്ല. അതാണ്. അപ്പൊ പിന്നെ ഇവരെന്നെ കളിയാക്കുന്നത് ശരിയല്ലല്ലോ. ഇവന് മാത്രമല്ല അങ്ങനെ. അതാണോ നല്ല ആൾക്കാര്? ഡാ, നീ എന്റെ മുഖത്തേക്ക് ആ ഫ്ലാഷ് അടിക്കില്ലടാ. എനിക്ക് നോക്കാൻ നിന്ന് അങ്ങോട്ട് നോക്കാൻ പറ്റണ്ടേ? അങ്ങോട്ട് നോക്കണ്ടേ? അപ്പൊ ശരി, എന്നാ അങ്ങോട്ട് നോക്കണില്ല. ഒരനക്കവും ആയിട്ടില്ല. ഞാനൊരു മിനിറ്റ് ഇരിക്കട്ടെ. നീ ഇരിക്കണ സ്ഥലത്ത് ഇരുന്നിട്ട് ഇളക്കിയാലോ? തീ കിട്ടടാ. തീ മഴക്കാലായി കാരണേ. ഇതെവിടെയത്? മഴക്കാലായി കാരണം ഒക്കത്തിനൊരു നനവുണ്ട്, ഒരു ഈർപ്പം. ഞങ്ങളിത് ഊതി കത്തിക്കില്ല, ലൈറ്റർ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഒരു ചെറിയ കടലാസ് കഷ്ണത്തിൽ ലൈറ്റർ കത്തിച്ചിട്ട് അങ്ങനെ ഇടുക ചെയ്യുള്ളൂ. ഇല്ല, ലൈറ്റർ പോയിട്ടില്ല. ഊതി കത്തിക്കുമ്പോഴേ ഊതൊക്കെ ചെയ്യും, ഇല്ല എന്നല്ല, പുക അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും. അതുകൊണ്ട് അധികം അങ്ങനെ ഊതില്ല, ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അത് വേഗം കത്തിപ്പിടിഞ്ഞു പോകും. ഇത് കത്തിച്ച് പിടിപ്പിക്കാൻ ഒരു ചെറിയൊരു അറിവ് വേണം കേട്ടോ. തുടക്കം ഞാൻ എൻ്റെ വീട്ടിൽ പഴയ മോഡൽ അടുപ്പായിരുന്നു. എനിക്ക് അങ്ങനെ അങ്ങോട്ട് അതൊക്കെ പാടുണ്ട്, അത് എനിക്കറിയില്ല. ചെറിയൊരു അങ്ങനെ ഈ വിറകുകൾ ഇത്തിരി ഒന്ന് പൊന്തിച്ചൊക്കെ ഇങ്ങനെ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ വെക്കണം, അപ്പൊ വേഗമാവും. നമ്മുടെ അവലോസ് പൊടി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഇളക്കാൻ നല്ല സുഖമാണ്. കണ്ട കളറൊക്കെ മാറി. നമ്മുടെ പുളിയുറുമ്പിന്റെ കളറായോ നോക്കി. പുളിയുറുമ്പിന്റെ കളറായ ചെറുതായിട്ട്, ചെറിയ പുളിയുറുമ്പിന്റെ അല്ലേ. പുളിയുറുമ്പ് മൂത്തിട്ടില്ല, ചെറിയ പുളിയുറുമ്പിന്റെ കളറായിട്ടുള്ളൂ. കുറച്ചും കൂടി ആവാനുണ്ട്. ഇപ്പൊ ഇളക്കാൻ നല്ല സുഖ. കണ്ട അങ്ങനെ നല്ല അതാ വെള്ളത്തിന്റെ അംശമൊക്കെ പോയി നല്ല ബ്രൗൺ. ഇനി തീ ശ്രദ്ധിക്കണം കേട്ടാ. ഞാൻ അത് തന്നെ തീ വളരെ കുറച്ചൊക്കെ കത്തിക്കുന്നുള്ളൂ. തീ ഇത്തിരി ലൈറ്റായിട്ട് കത്തിരിക്കുന്നതാണ്. അത് ഗ്യാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാലോ. അങ്ങനെ നമ്മുടെ സക്സസ് ആയി എന്ന് പറയാറാവണുള്ളൂ അല്ലേ. ഫുൾ ടേസ്റ്റ് ഉണ്ട്, അത് വേറെ കാര്യം. എൻ്റെ ചെറുപ്പത്തിലേ അവലോസ് പൊടി ഞാൻ എപ്പോഴാണ് കഴിച്ചേക്കണമെന്ന് അറിയാം. എൻ്റെ അമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മയാണ് അവലോസ് പൊടി ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ അധികമൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ, കുറച്ചൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഞാൻ മൂത്തേക്ക് പിടിക്കണ്ട, അതിൻ്റെ ഫ്ലാഷ് വരുന്നു. ഇപ്പോൾ കാണണ്ട, വെളിച്ചത്തിൽ മതി. അപ്പോൾ
അമ്മാമ്മയാണ് ഉണ്ടാക്കുക. ഞങ്ങൾ കുട്ടികളെ വെക്കേഷൻ ഇപ്പൊക്കെ നീയൊന്നും ഇപ്പോൾ വെക്കേഷന് അങ്ങനെ എൻ്റെ വീട്ടിലേക്കൊന്നും പോകണമൊന്നുമില്ലല്ലോ. ഇപ്പോഴൊക്കെ ഡാൻക്കൊക്കെ അങ്ങനെ വെക്കേഷന് പോയി നിൽക്കലൊക്കെ വളരെ കുറവാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂള് അടച്ചു 2 ദിവസം മുടക്ക് കിട്ടിയാൽ തന്നെ അമ്മയുടെ വീട്ടിൽ പോകും. അച്ഛന്മാരൊക്കെ കൊണ്ടുവരാനായിട്ട് വരും, അങ്ങനെ പോവും. അപ്പം വലിയ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ പറയണ്ട, അവിടെ തന്നെയായിരിക്കും അധികം. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ വരുമ്പോൾ തന്നെ അമ്മാമ്മ ഞാൻ പല്ല് കെട്ടിച്ചേരാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇവിടെയൊക്കെ കുത്തി വലിക്കുന്നു, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പിള്ളേർ ചെല്ലുന്നതിന് മുന്നേ തന്നെ അമ്മാമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ അരി വറുത്ത് വയ്ക്കൽ, അരിപ്പൊടി അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കി വയ്ക്കൽ. അവലോസുണ്ട, നീ അവലോസുണ്ടാന്ന് കേട്ടിട്ടുണ്ടാ? അത് ഇവിടെ ഈ കടയിൽ നിന്ന് മേടിക്കണ അതല്ലേ, അതൊന്നും അങ്ങനെയൊന്നല്ല ശരിക്കും അവലോസുണ്ട. അവലോസുണ്ട ശരിക്കും വല്ല വെട്ടോത്തി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മുട്ടി ഇങ്ങനെ തട്ടി പൊട്ടിക്കണം, അത്രയ്ക്ക് ഹാർഡായിരിക്കും. നീ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടണത് ഇത്തിരി ഒന്ന് അമർത്തി കടിക്കുമ്പോഴേക്കും പൊട്ടും അല്ലേ? അങ്ങനെയല്ല ശരിക്കും അവലോസുണ്ട. അവലോസുണ്ട ഉണ്ടാക്കാനും നല്ല പാടാണ്. അതെനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുമില്ല അവലോസുണ്ട ഉണ്ടാക്കണത്. അതിങ്ങനെ ഈ അവലോസ് പൊടി ഉണ്ടാക്കിയിട്ടേ ശർക്കരയൊക്കെ ആക്കി ചൂടോട് കൂടി ഇങ്ങനെ കയ്യിൽ ഉണ്ട പോലെ പിടിക്കണം. അതിന് നല്ല മുറുക്കായിരിക്കും. പിന്നെ നമുക്ക് പല്ലുകൊണ്ടൊന്നും കടിച്ചു പൊട്ടിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ടേസ്റ്റൊക്കെ വളരെ ഡിഫറൻസ് ഉണ്ട്. നല്ല കറക്റ്റ് ആ ഒരു ഇതിലുണ്ടാക്കാൻ ഇപ്പൊക്കെ വല്ലവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. പണ്ടത്തെ പോലത്തെ അവലോസുണ്ട ഉണ്ടാക്കാൻ പണ്ടുള്ള ഞാൻ ഇപ്പോൾ എന്താ ഇളക്കൽ നിർത്തിയാന്ന് വെച്ച് കഴിഞ്ഞാൽ തീ അധികം കത്തുന്നില്ല കേട്ടോ, അതാണ് ഞാൻ റെസ്റ്റ് എടുത്തത്. ആ അവലോസുണ്ട കഴിക്കാൻ നല്ല രസമാണ്. നമുക്ക് അമ്മാമ്മയ്ക്ക് പ്രായമായില്ലോ, അപ്പോൾ അതുകൊണ്ട് അമ്മാമ്മയോട് ചോദിച്ച് ചെയ്യേണ്ടി വരും. അച്ഛന്മാരുണ്ടെങ്കിൽ അവർക്കറിയായിരുന്നു, പക്ഷെ അച്ഛന്മാരിപ്പോൾ നാട്ടിലില്ല, അവർ പുറത്തൊക്കെയാണ്. അവലോസുണ്ട ഉണ്ടാക്കലൊക്കെ എല്ലാവരും മറന്നിട്ടുണ്ടാവും ചിലപ്പോൾ. നല്ല രസമാണ്. അപ്പോൾ അമ്മാമ്മ എങ്ങനെയാണ് പൊടിയൊക്കെ വറക്കാമെന്നറിയോ? ഇത് ഉരുളിയിലല്ല ഞാൻ കണ്ടേക്കുന്നത്, ഇങ്ങനെ ഒരു മൺകലം, ഇത്തിരി വലിപ്പമുള്ള മൺകലത്തിലൊക്കെ വെച്ചിട്ട് ചൂല് ഇങ്ങനെ അത് ഫുള്ള് നിന്നിട്ടാണ് ഇളക്കുക. ചൂലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആരോ തന്നെ അപ്പച്ചൻ വരുന്നുണ്ട്, വായോ വരുന്നില്ലേ? ചൂല് പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കുക കലത്തിൽ. അങ്ങനെയാണ് അമ്മാമ്മ ഉണ്ടാക്കുക. അമ്മച്ചീനെ നോക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇത് അമ്മച്ചീനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് പുളിയുറുമ്പിന്റെ കളറ് ആയോ എന്നറിയാനാണ്. 10 മിനിറ്റ് കൂടി ആവണല്ലേ? എനിക്ക് തോന്നി പുളിയുറുപ്പ് അവിടെ ശരിയായിട്ടില്ല. പുളിയുറുമ്പ് ഇപ്പോഴും ശൈശവദശ തന്നെയാണ്, ഒന്നും കൂടി മൂക്കാനുണ്ട്. പിടിച്ചിട്ടില്ല. ഇപ്പൊ ഇളകാലൊക്കെ നല്ല സുഖമായിട്ട് വരും. 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇറക്കാന്ന് തോന്നുന്നു. ഇനി അല്ലെങ്കിൽ ഈ ചൂടിൽ നിന്നാവോ? ആവില്ല അല്ലേ? ഈ ഒരു ഇത്തിരി കത്തിക്കോട്ടെ, ചെറുതായിട്ട് കത്തിട്ടുണ്ട്. ആവാറായിട്ടുണ്ട് കേട്ടാ. നമ്മളപ്പോ 8:30 തുടങ്ങിയതാണ്. ഇപ്പൊ സമയം 10 മണിയായില്ലേ? അതിന് ആ 8:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു 15 മിനിറ്റ് നേരം തീ ശരിക്ക് കത്തുണ്ടായിരുന്നില്ലേ? തീ വളരെ കുറവായിരുന്നു. അല്ല, തീ കത്തിച്ച് ഇളക്കല് തുടങ്ങിയതാണ് 8:30. ഇതിനിപ്പോ നമുക്ക് വലിയ ചെലവെന്ന് പറയാനില്ല, പണിയാണ്. അതായത് നാളികേരം നമ്മുടെ ഇവിടെ ഉണ്ട്, പച്ചരി അതിനിപ്പോ അത്ര വലിയ ചെലവില്ല. പൊടിപ്പിക്കാൻ ആകെ എത്രയാ? 1 കിലോ പൊടിപ്പിക്കാൻ 10 രൂപ. ഇത്തിരി ചോന്നുണ്ട്. പക്ഷെ ഇത് എന്റെ കൂട്ടുകാരിയുടെ വീഡിയോ കണ്ടിട്ടാണല്ലോ ഞാൻ ചെയ്തത്. അവരും പറയുന്നുണ്ട് കടയിൽ നിന്ന് മേടിക്കുമ്പോ നല്ല റേറ്റ് വരുന്നുണ്ട്. ശരിയാണ്, നല്ല റേറ്റ് ഉണ്ടാവും. ഇത് വായിട്ട് നോക്കില്ലേ എങ്ങനെയുണ്ട് ടേസ്റ്റ്? ആ ഉള്ളിയുടെ ഇത് വരില്ല, നല്ല മണം വരുന്നില്ല. ശരിക്കുള്ള ഫുഡ് ഇൻസ്പെക്ടർക്ക് കൊടുത്തിട്ട് വേണം ചോദിക്കാൻ. ഫുഡ് ഇൻസ്പെക്ടർ ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഫുഡ് ഇൻസ്പെക്ടർക്ക് ഇതിന്റെ ടേസ്റ്റ് ശരിക്കും അറിയില്ല. എടാ സാഞ്ചോ, നീ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട, ചൂടാറിയിട്ടാ? അയ്യോ, അങ്ങനെ നനഞ്ഞ കൈയിടാൻ നിൽക്കണ്ട. ഒരു സ്പൂൺ എടുത്തിട്ട് വരാം. ഇവിടെ പൊടി ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇറക്കി വെക്കാം. ഈ ഉരുളിക്ക് ഒരു ചൂടുണ്ടാവുമല്ലോ,
ആ ഒരു ചൂടും കൂടി കഴിഞ്ഞാൽ ശരിയാവും. ഇത് മതി എന്നാണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത് ഇറക്കി വെക്കാൻ പോവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട. ഇപ്പൊ ചൂട്ടോട് കൂടി ഇതിലിപ്പം ഇത് കഴിച്ചു നോക്കുമ്പോഴേ രസമില്ലാന്ന് തോന്നും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇതില് പഞ്ചസാര ഇല്ല. നമ്മളിതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വേണം കഴിക്കാൻ. ഒന്ന് കാണിച്ചാലേ കാര്യം അടുപ്പിൽ നിന്ന് ഇറക്കിയപ്പോ ഉള്ളിക്ക് ശബ്ദം വന്നു തുടങ്ങി. നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായി ചൂടാറിയിട്ട് നല്ലൊരു പാത്രത്തിൽ അടച്ചേക്കാം. പിന്നെ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ. ഇപ്പൊ നീ സാഞ്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയ അപ്പൊ രസമില്ല അല്ലേ? ഇനി അതിൽ മധുരമൊക്കെ ഇടണം. അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. പഴം കൂട്ടി കുഴച്ചിട്ടാ അല്ലെങ്കിൽ എനിക്ക് ചായയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. സാവിയനെ ഇനി കഴിക്കാൻ ഇഷ്ടം. ആ ഇപ്പൊ സാവിയനെ വീഡിയോ എടുക്കണം. 3 നാളായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കണം മാറി മാറി. എന്തായാലും നമ്മുടെ സംഭവം അവലസുപൊടി റെഡി ആയിട്ടുണ്ട്. അപ്പം നാളെ പറ്റിങ്ങ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സരിതയുടെ വീട്ടിലേക്ക് ഒന്ന് പോവാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ റെസിപ്പിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉള്ളിലേക്ക് ഇടുന്നത് കാണുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അഭിപ്രായം പറയിപ്പിക്കും. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ടേസ്റ്റ് നമുക്ക് റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ള ആൾക്കാർ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ. നാളെ സരിതയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ കാണാം. ഞാൻ സരിതയുടെ അവിടേക്ക് പോവാണ്. മറ്റേ അവലോസ് പൊടി കൊണ്ട് സരിതയുടെ അവിടേക്ക് പോവാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കിടാങ്ങളെ കൊണ്ടുപോകണില്ല എന്തായാലും. ഞാൻ റിൻസാറിനും കൂടി പോണേ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് കൂടി പോകണം. അപ്പോൾ സരിതയുടെ അവിടേക്ക് പോയി അവർക്കൊന്ന് കുറച്ച് കൊടുത്ത് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് അവരുടെ അഭിപ്രായം തന്നെ അറിയാം കേട്ടോ. അവർ പറഞ്ഞു തന്ന റെസിപ്പി ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കി. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശരിക്കും ആ ഒരു ഉള്ളിയുടെയും വേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നന്നായി വരുന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു മണം നല്ല മണമായിട്ടുണ്ട്, രസമുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഞാനുണ്ടാക്കിയത് അവരെ കൊണ്ട് എന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി സരിതയുടെ വീട്ടിൽ വെച്ച് കാണാം. ഞങ്ങളങ്ങനെ അജുവേട്ടൻ്റെയും സരിതയുടെയും വീടിൻ്റെ മുന്നിലെത്തിയിട്ട്, വീടിൻ്റെ മുന്നിലല്ല അവരുടെ ഗേറ്റിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. താമരശ്ശേരി തറവാടിൻ്റെ അവരുടെ മെയിൻ ഗേറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നിലാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ഉണ്ട് അവരുടെ വീടിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ റിൻസേട്ടനും കൂടിയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. എനിക്ക് ഉള്ളിലേക്ക് കിടക്കാൻ ചെറിയൊരു പേടിയുണ്ട്. നിറച്ച് പട്ടികളുണ്ട് അവിടെ. അപ്പോൾ വല്ലതും പുറത്തുണ്ടാവുമോ എന്നൊരു ചെറിയ ടെൻഷനുണ്ട്. ഞാൻ ഇപ്പോൾ സരിതനെ വിളിച്ചു നോക്കിയിരുന്നു. അപ്പോൾ ഒക്കെ കൂട്ടില്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരം കളയണ്ട, അകത്തേക്ക് കിടക്കാം. പട്ടീനെ പേടിച്ചിട്ടാണ് ഞാൻ കോമ്പൗണ്ടിലേക്ക് കയറാൻ പേടിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ എന്നെ ആനയിക്കാൻ തന്നെ വന്നത് പേടിയാട്ടാ. ആള് വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയായിരിക്കും. പട്ടിക്കറിയില്ലല്ലോ എനിക്ക് പേടിയാന്ന്. ഇവര് അകത്ത് കറണ്ട് ഇല്ല എന്ന് പറയുന്നേ. അപ്പൊ എനിക്ക് അല്ല, എന്നെ സംബന്ധിച്ച് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ചീത്ത പറയും. ഈ പേളീന്ന് കണ്ടിട്ട് ഈ കുട്ടി പോയാ. അപ്പൊ എനിക്കും അകത്തേക്ക് പോകാനല്ല താല്പര്യം. ഇതിപ്പോ ഞാനായി നിങ്ങള് ഗസ്റ്റായി ഞാൻ ഇറങ്ങി നിൽക്കാം. കുടിലേക്ക് പോവാന്ന്. എനിക്ക് ഇവരുടെ കുടില് പകൽ വെളിച്ചത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഏതായാലും ബാക്ക് സൈഡിലേക്ക് പോവാം. ഞാൻ പറയുകയാണെങ്കിൽ അതിനെ അവിടെ പുറത്തേക്കാക്കി ആ കഥ കടച്ചുകൂടെ. ഞങ്ങളുടെയൊക്കെ പറമ്പിന്റെ അറ്റത്തത് ഞങ്ങളുടെ ഒപ്പത്തിനുള്ള പോലെ നിങ്ങളുടെ പറമ്പിന്റെ അറ്റത്ത് റോസപ്പൂടിയല്ലേ. ഇവരുടെ പറമ്പിന്റെ അറ്റത്ത് റോസപ്പൂ കേട്ടാ. ഞങ്ങളുടെയൊക്കെ പറമ്പിന്റെ അറ്റത്ത് ബോധം കിട്ടി വീടാ. അതിൽ വല്ല പറമ്പ് പറയണ്ട് രാജവെമ്പാലി ഉണ്ടാവും അതിൽ വരത്. നിങ്ങൾക്ക് സുഖാല. ഇത് ഇവിടുന്ന് വേപ്പില പൊട്ടിക്കാ അവിടെ കറിയില്ല. കൂടി ആവണം, കുറച്ചുകൂടി ബ്രൗൺ ആവണം അല്ലേ.
ടേസ്റ്റ് ഉണ്ടാ? മധുരം കുറവുണ്ടാ? അത് ശരിയാ. ഇനി ഇവരിത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടതാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഇത് നല്ല ടേസ്റ്റാ അല്ലേ? ശരിക്കും നമ്മളാ ഇട്ട് വെച്ചിരിക്കുന്ന ആ ചെപ്പ് തുറക്കുമ്പോ തന്നെ നല്ല മണ, നല്ല ഉള്ളിയിടി അല്ല വേപ്പിലിടില്ല. ഞാനിത് എള്ളിടില്ല, ജീരകം മാത്രം, ജീരകം നാളികേരം ചേർക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതെ, ഞാൻ എന്നിട്ട് എന്റെ കുറച്ച് റിലേറ്റീവ്സിനോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ഉള്ളിയിടും? ഉള്ളിയാ? അവലോസ് പൊടിയില്ല. എന്നാ ഞാൻ ഉള്ളി ഇട്ടൊരു അവലോസ് പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ വരുമ്പോ കണ്ടോളാം. ഞാൻ വേറെ വീഡിയോ ഒന്ന് കട്ടെടുത്ത് ചെയ്താണ്. അപ്പൊ എന്തായാലും ഞാനത് എന്റെ അമ്മോട് പറയായിരിക്കും. എന്റെ അമ്മയ്ക്ക് വട്ടയപ്പ പണിയുണ്ട്, അതുപോലെ അച്ചപ്പത്തിന്റെ ഒക്കെ ബിസിനസ് ഉണ്ട്. അപ്പൊ ആൾക്ക് ഇത് ശരിയാവും എനിക്ക് തോന്നുന്നു. വറക്കണ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല അതല്ല, എന്ത് അജുവേട്ടനെ ഇരിക്കാൻ പറ്റാ? ഞാൻ പെട്ടെന്ന് വയ്യാണ്ട് എങ്ങനെ ഇനിയിപ്പോ പനി അതല്ലടി അമ്മച്ചിക്ക് ഇളക്കാൻ കുറെ നേരം നിക്കണ്ടേ. ഇതാവുമ്പോ വേറെ പണിയൊന്നും ഇല്ലല്ലോ, അപ്പച്ചനായാലും ഇളക്കാം. അപ്പൊ അവർക്ക് ഇത് ചെയ്യാന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യണേക്കാളും ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നല്ലൊരു മണം കിട്ടാവും. അതന്നെ. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ കമ്മിറ്റിയുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചതാ. അടിപൊളി. നമ്മുടെ വീട്ടിൽ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അതൊക്കെ ഉണ്ടാക്കി എനിക്ക് എന്താ പറയാ, എനിക്ക് ഒരു ക്ലിക്കായ സാധനം അന്ന് സുഖിയൻ അജേട്ടൻ ഉണ്ടാക്കിയത്. എനിക്ക് അന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യണ മാതിരി തോന്നും, ചെയ്ത് നോക്കുമ്പോ പണിയുണ്ട് അല്ല, പക്ഷെ സമയമുണ്ടല്ലോ. അങ്ങനെ എല്ലാതും അങ്ങനെ തോന്നില്ല, പക്ഷെ ചില സാധനങ്ങള് അങ്ങനെ ചെയ്യാൻ തോന്നും, അപ്പൊ ചെയ്യും. ഇത് വളരെ പെട്ടെന്ന് തീരുമാനം എടുത്ത് ചെയ്തു. സംഭവം കുറെ സമയം വേണം ഇളക്കാനായിട്ട്. അതെന്താ ഇത് ചെയ്യാൻ ഇത്ര ഇൻട്രസ്റ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാല് പിള്ളേർക്ക് ഇത് നല്ല ഇഷ്ടാ. ഇതിൽ ഉള്ളി ഇടുന്നതൊന്നും അവർക്ക് അറിയില്ലല്ലോ. അവലോസ് പൊടി ആയിട്ട് കിട്ടിയ അവർക്ക് ഇഷ്ടം. പക്ഷെ ഞാൻ അമൃതം പൊടിയുണ്ട് അവലോസ് പൊടി ഉണ്ടാക്കാറ്. അമൃതം പൊടിയില്ലേ, കേട്ടിട്ടുണ്ടാ? അങ്കനവാടി അത് ആകെ ഒരു 15 മിനിറ്റ് സമയം വേണ്ടു, പെട്ടെന്ന് ഇതാവും. അതിലൊന്നും ചേർക്കില്ലേ? നാളികേരം ചേർക്കും, ജീരകം ചേർക്കും, ഇളക്കും. അത് ഓൾറെഡി കുറെ ധാന്യപ്പൊടിയാണല്ലോ, നന്നായി വറവാവണം. എന്നാലും ആ ഒരു നല്ലൊരു ചൂട് നല്ലൊരു കറക്റ്റ് ഇതിലേക്ക് വരുള്ളൂ. അത് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കണേ. ഞാൻ അവലോസ് പൊടി ഉണ്ടാക്കിയിട്ടില്ല. അമ്മയ്ക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അവലോസ് ഉണ്ടി ഉണ്ടാക്കറിയോ? അതെ, അവലോസ് ഉണ്ടി നല്ല അടിപൊളി സാധനം. അതെ അതെ. പക്ഷെ ഇപ്പൊ അവലോസ് ഉണ്ട റെഡിമേഡ് മേടിക്കാൻ കിട്ടുന്നത് തീരെ മുറുക്കില്ല. പണ്ടത്തെ ശരി വെട്ടൂറ്റി വെച്ച് വെട്ടണം. അതന്നെ, പക്ഷെ നല്ല ടേസ്റ്റ് അതിന്. അത് ഈ ശർക്കര പാവാക്കിട്ട് നല്ല ചൂട്ടോട് കൂടിയല്ലേ, പറഞ്ഞു കേട്ടറിയുള്ളൂ, എനിക്ക് കണ്ടിട്ടില്ല. അത് ട്രഡീഷണൽ ആയിട്ട് ചെയ്ത് ചേട്ടനാണെങ്കിൽ അറിയായിരിക്കും. ചെയ്ത് പരിചയമുള്ളവർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാണ്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് ചൂട്ടൊക്കെ ഓടി പിടിക്കുന്നത് പറ്റില്ല. അതന്നെ അതന്നെ. അത് വളരെ കുറച്ച് കിട്ടുള്ളോ, വലിയ കഷ്ണൊക്കെ എടുക്കും. പക്ഷെ അതൊന്ന് കടിച്ചൊരു കായൽ കിട്ടണമെങ്കിലുണ്ടല്ലോ, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, ഞാനിത് ഉണ്ടാക്കുമ്പോ എന്റെ ചെറിയവനാണ് കൂടി ഉണ്ടായിരുന്നതേ. അപ്പൊ ഇവനോട് ഞാൻ ഇത് ഉണ്ടാക്കണ കഥകൾ പറയായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കിയതും ഞാനിത് തിന്നതിന്റെ കഥകളൊക്കെ പറയായിരുന്നു. പിന്നെ അവലോസ് പൊടി ഉണ്ടാക്കുമ്പോഴത്തെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഞാൻ സാധാരണ നിങ്ങളുടെ കഥ കേൾക്കാൻ എനിക്ക് ചിലപ്പോ സമയം കേൾക്കാൻ കിട്ടാറില്ല. പക്ഷെ അന്നത്തെ കഥ ഞാൻ മുഴുവൻ കേട്ടു. ഞാൻ കുറച്ച് ഫാസ്റ്റ് അടിച്ചു, കുറച്ച് ഫാസ്റ്റ് അടിച്ചൊക്കെ. അതായത് പൊടിനി ഇളക്കലുള്ളൂ, എനിക്ക് വേറെ പണിയുള്ളത് കൊണ്ട് വേഗം എന്തായിന്ന് അറിയാൻ വേണ്ടി ഫാസ്റ്റ് അടിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നെ കഥയുടെ എന്തോ ഒരു ചെറിയ വാലും തുമ്പ് കേട്ടപ്പോ കഥ ഒന്നും കൂടി കേൾക്കാരെന്ന് കരുതി റിവൈസ് നോക്കി. കഥ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഏറ്റവും കഷ്ടമായത് ആ വീട്ടിൽ മുളച്ചില്ല എന്നുള്ളതാ. അത് നിങ്ങളുടെ ചാനലിൽ കാണുന്നവരായിരിക്കും കുറച്ചും അധികം പേര് എന്റെ സബ്സ്ക്രൈബേഴ്സ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് എന്താന്ന് അവർക്ക് മനസ്സിലായിക്കോളും, കഥ ഏതാന്നുള്ളത്. അതെ, അജൂസ് വേൾഡിൽ കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ?
അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ല ബിരിയാണി സോറി, നല്ല ടേസ്റ്റ് ഉണ്ട് അവലോസ് പൊടി. അത് ഭർത്താവിൽ നിന്ന് ഊർജ്ജമാർജിച്ച് ഭാര്യയുടെ തെറ്റി തുടങ്ങിയത് തന്നെ മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടക്കുന്നു. അതെ, അജേട്ടന്റെ ഇതില് എന്തെങ്കിലും ഒരു വെള്ളി ഉണ്ടായിരിക്കും അല്ലേ? വെള്ളിയാണ് ഹൈലൈറ്റ്. അപ്പോ എനിക്ക് ഇവിടെ വരാനും ഇവരെ കൊണ്ട് ഇത് കഴിപ്പിക്കാനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. കഴിക്കാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം. അതെ, നിങ്ങൾ പറഞ്ഞൊരു റെസിപ്പി ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോ ഒരു സന്തോഷമില്ലേ? പിന്നെ നല്ല സാധനമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തതും ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവരെ കൊണ്ട് തന്നെ കഴിപ്പിച്ചതും. ഇനി ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഞാനൊരു ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അത് എനിക്ക് ഇനി ഒന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് ആക്കണോ എന്നുള്ളതൊന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അറിയാനാ. കൂടുതൽ ടേസ്റ്റ് തോന്നുന്നു എനിക്ക് ഞങ്ങളതിനേക്കാളും. അതെ, അയ്യോ അതെന്നാ കറക്റ്റ് ആയിട്ട് പറയണട്ടാ, എന്റെയാണ് കൂടുതൽ ടേസ്റ്റ്. അത് മധുരം കൂടി ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോ അതായിരിക്കും. മധുരത്തിന്റെ അല്ല, ഫ്ലേവർ ഒക്കെ നന്നായിട്ടുണ്ടല്ലോ. നാളികേരം കുറച്ച് ഓവറായിട്ടിട്ടുണ്ടായിരുന്നു, അതായിരിക്കും. 1 കിലോന് 2 നാളികേരല്ലേ പറഞ്ഞത്? ഞാനൊരു 3 നാളികേരത്തിന്റെ അടുത്തിട്ടുണ്ട്. അത് ചെറിയ നാളികേരം ആയതുകൊണ്ടാണ് കേട്ടാ എണ്ണം കൂട്ടിയത്. അതൊന്നും ആയിരിക്കില്ല. കൈപ്പുണ്യം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, താരുണ്ടാക്കണത് അതാണ്. അപ്പോ റിൻസേട്ടൻ കഴിച്ചു നോക്കണ്ട? അല്ലേ, കഴിച്ചിട്ടുണ്ട്, നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇപ്പോൾ ഒരു കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് ഒരുപാട് സന്തോഷം. അടുത്തൊരു വീഡിയോയില് നമുക്ക് കാണാം. നന്ദി. ഞാൻ എൻ്റെ ഒരു അറിയിപ്പ് പോലെ പറയുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ ചാനലിന്റെ പേരൊന്ന് മാറ്റാണ്. SNS എന്നൊക്കെ ആയിരുന്നു. അപ്പൊ അതില് സിമ്പിളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ എല്ലാവർക്കും സെർച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട്. സരിത എന്നോട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടായിരുന്നു, അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പേരിലുള്ള മെറീന. പക്ഷെ എനിക്ക് എന്റെ പേര് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും സെർച്ച് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇനി എന്റെ പേരിൽ തന്നെ ചെയ്യാന്ന് കരുതി. അപ്പൊ മെറീനാസ് വ്ളോഗ് എന്ന് ആക്കാൻ പോവാണ്. അപ്പൊ അതൊരു അറിയിപ്പായിട്ട് എല്ലാവരും അങ്ങോട്ട് സ്വീകരിക്കുക. എന്നെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും അതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറയാനൊക്കെ സൗകര്യമായില്ലോ അല്ലേ? അപ്പോ പേരൊക്കെ പറയാൻ എളുപ്പമായി. അപ്പൊ അതും കൂടി ഒന്ന് പറയാണ് കേട്ടാ. താങ്ക് യു.